ബാലയ്ക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളായിട്ടാണ് മുൻ ഭാര്യ എലിസബത്ത് ഉദയൻ ഉന്നയിക്കുന്നത്. വിവാഹ ജീവിതത്തിൽ താൻ നേരിട്ട പീഡനങ്ങൾ ഓരോന്നായി എലിസബത്ത് തുറന്നു പറയുന്നു. ആദ്യ ഭാര്യ അമൃത സുരേഷ് ഉന്നയിച്ചതിന്റെ ഗുരുതരമായ ആരോപണങ്ങൾക്ക് പിന്നാലെയാണ് എലിസബത്തിന്റെ തുറന്നു പറച്ചിൽ. ഇപ്പോഴിതാ ബാലയെ ന്യായീകരിച്ചുകൊണ്ട് വന്ന കമന്റിന് മറുപടി നൽകുകയാണ് എലിസബത്ത്. തനിക്ക് അറിയാവുന്ന ആളാണ് ഈ കമന്റുകൾ ഇടുന്നതെന്ന് എലിസബത്ത് പറയുന്നു. ബാലയുടെ അറിവോടെയാണ് ഈ വ്യക്തി ഇതൊക്കെ ചെയ്യുന്നതും. കേരളത്തോടുള്ള ദേഷ്യവും ഇംഗ്ലീഷും തമിഴും ഒക്കെ ശ്രദ്ധിച്ചപ്പോൾ നിങ്ങൾ ആരാണെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ ജീവിതത്തിൽ എന്നെയും എൻ്റെ വീട്ടുകാരെയും ബുദ്ധിമുട്ടിച്ചാൽ 50% പങ്ക് നിങ്ങൾക്കുണ്ട്. ആശുപത്രിയിൽ വെച്ചല്ല ബാലയുമായി പ്രണയത്തിലാകുന്നതെന്ന് എലിസബത്ത് പറയുന്നുണ്ട്. ഇങ്ങനെയൊരു അസുഖമുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. മറച്ചു വെച്ചാണ് എന്നെ വിവാഹം ചെയ്തത്. LKG തൊട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ഞാൻ വിവാഹം ചെയ്യുന്നത്. പ്രണയത്തിലായ സമയത്ത് ഞാൻ ഹോസ്പിറ്റൽ വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. താൻ ബാലയുടെ ജീവൻ അപകടത്തിലാക്കാൻ ശ്രമിച്ചു എന്ന ആരോപണങ്ങളും എലിസബത്ത് ശക്തമായി എതിർക്കുന്നുണ്ട്. 4-5 ദിവസം നിങ്ങളുടെ തീറ്റവും മൂത്രവും കോരിയിട്ടില്ലേ? എത്ര കാലം നിങ്ങൾക്ക് വേണ്ടി ഉറങ്ങാതിരുന്നു? ഇതൊക്കെ പറയുവാൻ നാവ് പൊങ്ങുന്നുണ്ടല്ലോ. നല്ല നന്ദികേടാണ്. നിങ്ങൾ ഒപ്പം ഇരുന്നാണ് ഈ കമന്റുകൾ ഇടുന്നതെന്ന് തനിക്കറിയാമെന്ന് എലിസബത്ത് പറയുന്നു. ഈ പ്രതികരണത്തിന്റെ പേരിൽ കേസ് വന്നാലും തനിക്ക് കുഴപ്പമില്ല. സന്തോഷത്തോടെ ആ കേസ് സ്വീകരിക്കുന്നു. ഒരാളുടെ വീട്ടിൽ തോക്കെടുത്ത് പോയി ഭീഷണിപ്പെടുത്തിയാലും കേസെടുക്കാത്ത സ്ഥലമാണിത്. ഈ കമന്റുകളൊക്കെ വായിക്കുമ്പോൾ വിഷമം തോന്നുന്നുണ്ട്. ഇതിൻ്റെ കുറേ കാര്യങ്ങൾ ഞാൻ കണ്ടതാണ്. നിങ്ങൾ ഒരു സ്ത്രീയല്ലെന്ന് എലിസബത്ത് കമന്റ് എഴുതിയ ആളോട് ചോദിക്കുന്നു. ഇതൊക്കെ പറയുവാൻ നാവ് പൊങ്ങുന്നുണ്ടല്ലോ. എനിക്ക് ചെറിയൊരു സഹായം ചെയ്താൽ അവരെ ഞാൻ ജീവിതത്തിൽ മറക്കില്ല. പക്ഷേ ആ അസുഖം മറച്ചു വെച്ച് കല്യാണം കഴിച്ച് 1-2 മാസം കൂടുമ്പോഴേക്കും ഹോസ്പിറ്റലായിരുന്നു. ഹണിമൂണിന് ഹോസ്പിറ്റലിലേക്കാണ് പോയതെന്ന് എലിസബത്ത് വെളിപ്പെടുത്തി. ആശുപത്രിയിൽ ചോര ഛർദ്ദിച്ചു, ICUവിലായി. ഇവർ ഒപ്പമുണ്ടെങ്കിലും എനിക്കൊന്നും പറ്റില്ല. ICUവിൽ കയറ്റണമെന്ന് അപ്പോൾ പറയുമായിരുന്നു. ഞാൻ അങ്ങനെ വിചാരിച്ചു. എന്നാൽ ഇപ്പം എല്ലാം ഞാൻ കാരണമാണെന്ന് പറയുന്നു. ഒന്നിലും ഇടപെടേണ്ടേ എന്ന് കരുതി മാറി നിൽക്കുകയായിരുന്നു താൻ എലിസബത്ത് യൂട്യൂബ് ചാനൽ പറയുന്നു.